അങ്ങനെ നമ്മുടെ ഹരീഷ് നീതുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. നീതുവിൻ്റെ ഏട്ടനാണെങ്കിൽ ഹരീഷിനെ തല്ലാൻ വേണ്ടി നോക്കുവാണ് കേട്ടോ. ഇവൻ ഈ വീട് വിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞാൽ അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും സുധീഷ് കയറി വരുന്നുണ്ട്. ഓ അപ്പൊ നീ ആളെയും കൊണ്ടാണല്ലേ വന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഹരീഷ് ചോദിക്കും, സുധീഷ് ഏട്ടാ എന്തിനാ ഇവിടേക്ക് കയറി വന്നതെന്ന്. അത് ചോദിക്കുമ്പോഴേ നീതുവിൻ്റെ അമ്മ ഹരീഷിനെ അങ്ങ് പിടിച്ചിട്ട് ചോദിക്കും, എൻ്റെ മകളുടെ ജീവിതം നീ കുട്ടിച്ചോറാക്കിയല്ലടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷർട്ടിൻ്റെ കോളർ അങ്ങ് കയറി പിടിക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് വന്നിട്ട് പറയും, നിങ്ങളിങ്ങനെ അടിച്ച് തീർക്കാതെ നമുക്ക് സംസാരിച്ച് തീർക്കാന്ന് പറയും. സംസാരിച്ച് തീർക്കേണ്ട വിഷയമാണോ നിന്റെ അനിയനൊക്കെ ചെയ്തത്? ഇവിടെ ഒരു ചെറിയ പെൺകുട്ടിയല്ലേ, 21 വയസ്സ് തികഞ്ഞിട്ടില്ല, അന്നേരം ഒരു കുട്ടിയുടെ ഭാരമായിട്ട് നടക്കണോ അവൾ? പെറ്റ വയറിന എങ്ങനെ സഹിക്കടാ എന്നൊക്കെ ചോദിച്ച് നീതുവിന്റെ അമ്മ സുധീഷിന്റെ ഷർട്ടിന്റെ കോളറും പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിപിടി നടക്കുമ്പോഴേക്കും നമ്മുടെ നീതു പറയും, എല്ലാവരും ഒന്ന് നിർത്തുന്നുണ്ടോ, ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹരീഷിനാണെങ്കിൽ ഭയങ്കര ഷോക്കാണ്. ഹരീഷ് പറയും, ഇവരെ പറ്റിച്ചതൊക്കെ നീ എന്തിനാടി എന്നെ പറ്റിച്ചെന്നെ, അത് ഞാൻ വെറുതെ പൊട്ടം കഴിച്ചതാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സുധീഷാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചിരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഹരീഷിനോട് നീതു പറയുന്നുണ്ട് കേട്ടോ, ഇവരെ ഇതാക്കാൻ വേണ്ടിയിട്ട് വേറൊരു വഴിയും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, ഞാനങ്ങ് എയറിലായി പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഹരീഷ്. അങ്ങനെ ഹരീഷും സുധീഷും കൂടെ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ തന്നെ കാറ് നിർത്തി ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ചിരിയാണ് കേട്ടോ നമ്മുടെ സുധീഷ്. അന്നേരം ഹരീഷ് പറയുന്നുണ്ട്, സുധീഷേട്ടാ വെറുതെ ചിരിക്കാൻ നിൽക്കല്ലേന്ന്, വീടെത്തി എന്ന് പറയുമ്പോഴേക്കും വീട്ടിലുള്ളവരോട് ഈ കാര്യം എങ്ങനെ പറയും എന്ന് വിചാരിച്ചിട്ടാടാ ഞാൻ ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുഭാഷ് ചോദിക്കും, എന്തിനാടാ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നേന്ന്. അപ്പോൾ സുധീഷ് പറയും, ഞങ്ങളെ നീതുവിൻ്റെ വീട്ടിൽ നിന്ന് വരിക, അപ്പോൾ നീയും പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവനെ വിട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാനും കൂടെ പോയായിരുന്നു, എന്നിട്ട് അവർ കല്യാണത്തിന് സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുധീഷ് പിന്നെയും ചിരിക്കാട്ടോ. എന്താടാ എന്താ കാര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നിധി ചോദിക്കുന്നുണ്ട്, സുധീഷേ കാര്യം പറഞ്ഞിട്ട് ചിരിക്കുന്നേ. അപ്പോഴേക്ക് ഹരീഷ് അറിയും, ഏട്ടാ അവൾ പ്രഗ്നൻ്റ് അല്ലാന്ന്. പ്രഗ്നൻ്റ് അല്ലാന്നോ, അത് നിനക്കറിയത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും സുധീഷ് വീണ്ടും ചിരിച്ചിട്ട് പറയും, പണ്ടൊരു സിനിമയിലുണ്ടായിരുന്നല്ലോ, ബിരിയാണി കൊടുക്കും എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് സെലിം കുമാർ ഇനി ബിരിയാണി കിട്ടിയാലോ എന്ന് പറഞ്ഞു പോകുന്നത്, അതുപോലെയാ ഇവന്റെ അവസ്ഥ. നമ്മളെ തറവാട്ടമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നല്ലോ, അന്നേരം നീതുവിൻ്റെ ആങ്ങളെയും വീട്ടുകാരും കൂടെ ചേർന്നിട്ട് അവളുടെ കല്യാണം ഒരുത്തനെ കൊണ്ട് നടത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. അന്നേരം അവൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ സുഭാഷ് ഏട്ടാ ഈ ഐഡിയ. പോരാത്തതിന് നീതു ഇവനെ വിളിച്ചു പറഞ്ഞു, ഇവൻ അവളോട് ചോദിച്ചു അതെങ്ങനെയാന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ നീതു പറഞ്ഞു, എന്നെ നിനക്ക് വിശ്വാസം ഇല്ലേ ഹരീഷേന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഇവൻ വിചാരിച്ചു ഇവൻ പ്രേമിച്ചതുകൊണ്ടാണോ ഇനി പ്രഗ്നന്റ് ആയതെന്ന്. അവരോട് ഇവനെ കാരണം ഇവനല്ല എന്ന് പറയാനും വയ്യ, അവളോട് ഇതിനെ പറ്റി ചോദിക്കാനും വയ്യ. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഇവൻ. അവള് പറഞ്ഞപ്പോ ഇവന്റെ മുഖത്തെ റിയാക്ഷൻ കാണണമായിരുന്നു സുഭാഷ് ഏട്ടാ. പ്രസവം കഴിഞ്ഞ് ഭാരം ഒഴിഞ്ഞ പെണ്ണുങ്ങളെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി ചിരിക്കുവാണ് കേട്ടോ.